ഭൗമസൂചിക പദവി സംസ്ഥാനത്തിന് മെല്ലെ പുകനയം. പദവിക്കായി പരിഗണിക്കപ്പെടാതെ തൃശൂരിന്റെ പാലപ്പവും ഗുരുവായൂർ പപ്പടവും. അടിമാലിയിൽ കാർ അപകടത്തിൽ മരണമടഞ്ഞവരുടെ സംസ്കാരം ബുധനാഴ്ച. ദുരന്തത്തിൽ മനംനൊന്ത് എലഞ്ഞി പ്രദേശം. കുടിവെള്ള നിരക്ക് ഏകീകരിക്കുന്നതിന് കോർപ്പറേഷൻ നടപടി ആരംഭിച്ചു. ഫ്ളാറ്റുകളിലെ കുടിവെള്ള നിരക്ക് ഗാർഹിക വിഭാഗത്തിലേക്ക് മാറ്റാൻ ധാരണ. ഉത്സവപ്രേമികളുടെ ലേസർ പ്രയോഗം ആനകൾ ഇടയുന്നതിന് കാരണമാകുന്നുവെന്ന് ആക്ഷേപം. പാലക്കാട് ആനയുടെ കുത്തേറ്റ് പാപ്പാൻ മരിച്ചു. 10ാം ക്ലാസ്സിലെ കണക്ക് പരീക്ഷ വീണ്ടും നടത്തേണ്ടെന്ന് CBSE തീരുമാനം. CBSEയുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം വ്യാപകം. എറവക്കാട് ഓടഞ്ചിറ റെഗുലേറ്ററിലെ ഷട്ടറുകളിൽ ചോർച്ച. 50 ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച പുതിയ ഷട്ടറുകളാണ് ചോർന്നൊലിക്കുന്നത്. ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി നേടാൻ മറ്റ് സംസ്ഥാനങ്ങൾ മത്സരിക്കുമ്പോൾ ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് തണുപ്പൻ മട്ടാണ്. തൃശൂരിന്റെ പാലപ്പവും ഗുരുവായൂർ പപ്പടവും പദവിക്കായി ഇനിയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. രസഗുളയുടെ ഭൗമസൂചിക പദവിക്കായി 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം നമ്മൾ കണ്ടതാണ്. മൈസൂർ പാക്കിന്റെ കാര്യത്തിലും പദവിക്കായി സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി. അയൽ സംസ്ഥാനങ്ങൾ ഭൗമസൂചിക പദവി ലഭിക്കാൻ വരി നിൽക്കുമ്പോൾ കേരളം ഇക്കാര്യത്തിൽ പുറകിലാണ്. പദവി ലഭിച്ചാൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് വിപണന സാധ്യത ഏറെയാണെന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര മാർക്കറ്റിലും വിപണി മൂല്യമുണ്ടാകും. ഓരോ ദേശത്തിനാണ് ഭൗമസൂചിക പദവി ലഭിക്കുക. ഇതുമൂലം മറ്റിടങ്ങളിൽ ഈ വസ്തുക്കളുടെ അനധികൃത വിൽപ്പന തടയാനാകും. തലപ്പിള്ളി താലൂക്കിലെ ചെങ്ങാലിക്കോട് നേന്ത്രക്കായ്ക്ക് ഭൗമസൂചിക പദവി ലഭിച്ചിരുന്നു. ഇപ്പോൾ കൊടുങ്ങല്ലൂർ പൊട്ടുവളരിക്കായി കാർഷിക സർവകലാശാല മുൻകൈയെടുത്ത് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതേസമയം ജില്ലയിൽ നിരവധി ഉൽപ്പന്നങ്ങൾ ഇനിയും പദവിക്കായി അപേക്ഷിക്കപ്പെട്ടിട്ടില്ല. തൃശൂർ എരിഞ്ഞേരി അങ്ങാടിയിലെ വീട്ടമ്മമാർ ഉണ്ടാക്കുന്ന പാലപ്പം എന്ന വെള്ളയപ്പം തൃശൂരിന്റെ തനത് രുചിയാണ്. മണ്ണടുപ്പുകളിലെ ചെറിയ ചട്ടികളിൽ ചിരട്ടക്കരി കത്തിച്ച് ചുട്ടെടുക്കുന്നതാണ് തൃശൂരിന്റെ പാലപ്പം. പെരുമയുള്ള ഗുരുവായൂർ പപ്പടവും ഇനിയും പദവിക്ക് അപേക്ഷിക്കപ്പെട്ടിട്ടില്ല. ഉഴുന്നുമാവും കറാച്ചിക്കാരവും ഉപ്പും ചേർത്ത് മായം കലരാതെ പരമ്പരാഗത ശൈലിയിൽ തയ്യാറാക്കുന്നതാണ് ഗുരുവായൂർ പപ്പടം. ഭൗമസൂചിക പദവി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു പ്രദേശത്തിന്റെ സവിശേഷ അടയാളങ്ങളാണ് ലോകത്തിന് മുന്നിലെത്തിക്കുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങളാണെങ്കിൽ കർഷകർക്കും മറ്റു ഉൽപ്പന്നങ്ങളിൽ ഉൽപ്പാദകർക്കും ഉൽപ്പന്നങ്ങൾക്ക് മതിയായ മൂല്യം ലഭിക്കാൻ ഭൗമസൂചിക പദവി ഉപകരിക്കും. TCV തൃശൂർ. അടിമാലിയിലെ അപകടത്തിൽ മരിച്ച എലഞ്ഞിപ്ര സ്വദേശികളുടെ മൃതദേഹങ്ങൾ ബുധനാഴ്ച സംസ്കരിക്കും. പായിപ്പൻ ജോയി, ഭാര്യ ഷാലി എന്നിവരുടെ മൃതദേഹങ്ങൾ രാവിലെ 10-ന് എലഞ്ഞിപ്ര സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളി സെമിത്തേരിയിലും കൊച്ചുമകൾ ജിയയുടെ മൃതദേഹം ചൌക്ക ലൂർദ് മാതാ പള്ളിയിലും സംസ്കരിക്കും. കഴിഞ്ഞ ദിവസം അടിമാലിയിൽ കാർ പുഴയിലേക്ക് മറിഞ്ഞാണ് ചാലക്കുടി എലിഞ്ഞിപ്ര സ്വദേശികളായ പായിപ്പൻ ജോയ്, ഭാര്യ ഷാലി, പേരക്കുട്ടി വിയന്ന എന്നിവർ മരണമടഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജോയിയുടെ ഇളയമകൾ ജീന അപകടനില ഇനിയും തരണം ചെയ്തിട്ടില്ല. ജീനയുടെ ശ്വാസകോശത്തിൽ ചളി നിറഞ്ഞ അവസ്ഥയിലാണ്. ജോയിയുടെ മക്കളായ ജിസ്മി, ജിസ്ന, ജീവൻ, ജിസ്നയുടെ ഭർത്താവ് ജിയോ എന്നിവരും ചികിത്സയിലാണ്. തിങ്കളാഴ്ച രാവിലെയാണ് 7-അംഗ സംഘം മൂന്നാറിലേക്ക് വിനോദയാത്ര പോയത്. 2 കുടുംബങ്ങൾ കൂടി ഈ യാത്രയിൽ പോകാൻ ഒരുങ്ങിയിരുന്നതാണ്. അവരോടൊപ്പം യാത്ര വലിയ വാഹനത്തിലേക്ക് മാറ്റിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ദുരന്തം സംഭവിക്കില്ലായിരുന്നുവെന്ന് ബന്ധുവായ മഞ്ഞളി വർഗീസ് പറയുന്നു. അവിടെ പലരും പ്രശ്നം ഉണ്ടാക്കി ഒറ്റപ്പാടുണ്ടാക്കിയതാ. ഇന്നലെ ഇത് ഇവർക്ക് അപകടം പറ്റി കഴിഞ്ഞപ്പോൾ ആൾക്കാർ നാട്ടുകാർ കൂടി വഴി ബ്ലോക്കാക്കി MLA ഒക്കെ വന്ന് പ്രശ്നം ഉണ്ടായത് തീർത്തിട്ടാണ് വണ്ടി അങ്ങനെയൊക്കെ വിട്ടത്. അപ്പോൾ എനിക്ക് വീട്ടുകാർ കൂടെ കിടന്ന് കൊണ്ടത് പോയി കിട്ടുന്നത് കിട്ടി. ജോയിയുടെ മരുമകൻ ജിയോ ഓടിച്ചിരുന്ന കാർ തിരിച്ചു വരുന്ന വഴിയാണ് അടിമാലിയിലെ തോട്ടിൽ വീണ് അപകടമുണ്ടായത്. എലിഞ്ഞിപ്രയിൽ സോഡ ഫാക്ടറി നടത്തുകയായിരുന്ന ജോയിയുടെയും കുടുംബത്തിന്റെയും ദുരന്തം നടുക്കത്തോടെയാണ് നാട്ടുകാർ ഏറ്റുവാങ്ങിയത്. TCV ന്യൂസ്, ചാലക്കുടി. തൃശൂർ കോർപ്പറേഷൻ വിതരണം ചെയ്യുന്ന കുടിവെള്ള നിരക്ക് വാട്ടർ അതോറിറ്റിയുടെ നിരക്കുമായി ഏകീകരിക്കുന്നതിന് കോർപ്പറേഷൻ നടപടി ആരംഭിച്ചു. ഫ്ളാറ്റുകളിലെ കുടിവെള്ള നിരക്ക് ഗാർഹികേതര വിഭാഗത്തിൽ നിന്ന് ഗാർഹിക വിഭാഗത്തിലേക്ക് മാറ്റും. തൃശൂർ കോർപ്പറേഷൻ പഴയ മുനിസിപ്പൽ പരിധിയിലെ 252ഓളം ഫ്ളാറ്റുകളുടെ കുടിവെള്ള ചാർജാണ് ഏകീകരണത്തിന്റെ ഭാഗമായി ഗാർഹിക വിഭാഗത്തിലേക്ക് മാറ്റുന്നത്. 89-ൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കുടിവെള്ള വിതരണ ചുമതല സർക്കാർ ജലസേചന വകുപ്പിനെ ഏൽപ്പിച്ചു. 93 മുതൽ വീണ്ടും പഴയ മുനിസിപ്പൽ പ്രദേശത്തെ കുടിവെള്ള വിതരണം നഗരസഭയെ സർക്കാർ തിരിച്ചേൽപ്പിച്ചു. തുടർന്ന് കഴിഞ്ഞ 25 വർഷക്കാലത്തോളം നഗരസഭ നിശ്ചയിച്ച നിരക്കിലാണ് കുടിവെള്ള വിതരണത്തിന് ചാർജ് ഈടാക്കിയിരുന്നത്. ഒരു ദിവസം 600 ലിറ്റർ മുതൽ മാസം 18,000 ലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കുന്നവർക്ക് 23 രൂപയാണ് കോർപ്പറേഷൻ കുടിവെള്ള വിതരണത്തിന് ഈടാക്കിയിരുന്ന നിരക്ക്. ഏകീകരണം വരുന്നതോടെ പഴയ മുനിസിപ്പൽ പ്രദേശത്ത് 18,000 ലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കുന്ന ഉപഭോക്താവിന്
108 രൂപ ചാർജ് കൊടുക്കേണ്ടി വരും. അങ്ങനെ കണക്ഷൻ കൊടുക്കുന്ന തീരുമാനിക്കുമ്പോൾ അവരെ നോൺ ഡൊമസ്റ്റിക്കിലാണ് ഉൾപ്പെടുത്തിയത്, ഗാർഹികേതരം എന്ന രീതിയിലാണ്. അപ്പോൾ കുറച്ച് ചാർജ് കൂടുതലുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അത് ഉൾപ്പെടെ കുറയ്ക്കണം എന്ന നിലപാട് വന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ 2016-17 ബഡ്ജറ്റിൽ അത് പ്രഖ്യാപിച്ചു. 1 വർഷക്കാലമായി ആ പ്രോസസ്സ് പൂർത്തിയാക്കി, സ്പോട്ട് ബില്ലിംഗ് പരിശോധന പൂർത്തിയാക്കി. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുമായി ഏകീകരിക്കാൻ തീരുമാനിക്കുകയാണ്. അതേസമയം കുടിവെള്ള ചാർജ് ഏകീകരണവുമായി ബന്ധപ്പെട്ട് പല ഫ്ളാറ്റുകൾക്കും കുടിശ്ശികയായി വൻ തുകയാണ് സ്പോട്ട് ബില്ലായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്ളാറ്റുകൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ കുടിശ്ശിക ബില്ല് വന്നതോടെ തർക്കങ്ങൾക്കും വഴിവെച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ കോർപ്പറേഷൻ പഴയ മുനിസിപ്പൽ പ്രദേശത്തെ ഫ്ളാറ്റ് നിവാസികളുടെ യോഗം ചേർന്ന് അഭിപ്രായങ്ങൾ ആരാഞ്ഞു. ഫ്ളാറ്റ് നിവാസികളുടെ പരാതിയെ തുടർന്ന് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പ്രത്യേക അദാലത്ത് വിളിച്ചു ചേർക്കുമെന്ന് മുൻ ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി TCVയോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് TCV. പാലക്കാട് ആലത്തൂരിൽ ഇടഞ്ഞ ആനയുടെ കുത്തേറ്റ് പാപ്പാൻ മരിച്ചു. കണ്ടച്ചങ്ങടവ് മാങ്ങാട്ടുകര പുലിമട സ്വദേശി ആലങ്ങാട്ട് കൂട്ടാലപ്പറമ്പിൽ വേലായുധന്റെ മകൻ കണ്ണനാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. ആലത്തൂർ നേർച്ച എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ഊക്കൻസ് കുഞ്ചു എന്ന ആനയാണ് ഇടഞ്ഞത്. 10 വർഷമായി ആനയുടെ 1-ാം പാപ്പാനായിരുന്നു മരിച്ച കണ്ണൻ. എഴുന്നള്ളിപ്പിന് നെറ്റിപ്പട്ടം കെട്ടുന്നതിനായി ചങ്ങല അഴിക്കുന്നതിനിടെ ആന ആക്രമിക്കുകയായിരുന്നു. ഇടഞ്ഞ ആനയെ തൃശൂരിൽ നിന്നെത്തിയ വെറ്ററിനറി ഡോക്ടർ രാജീവ് മയക്കുവെടി വെച്ച് തളച്ചു. കഴിഞ്ഞ 20 വർഷമായി ആന പരിപാലന രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു കണ്ണൻ. നീരുള്ള ആനയെ അഴിക്കുന്നതിലും മതമിളകിയ ആനയെ തളയ്ക്കുന്നതിലും പ്രത്യേക കഴിവ് പ്രകടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ആറാട്ടുപുഴ എഴുന്നള്ളിപ്പിൽ ശാസ്താവിന്റെ തിടംപറ്റിയ മഹാദേവൻ ആനയുടെ പാപ്പാനായിരുന്നു. തൃശൂരിൽ പ്രമുഖ ആനകളുടെ പരിപാലകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ചേലക്കര മായനൂർക്കാവ് താലപ്പൊലിക്കിടെ ആനയിടഞ്ഞു. ചെർപ്പളശ്ശേരി മണികണ്ഠൻ എന്ന ആനയാണ് ഇടഞ്ഞത്. 2-ാം പാപ്പാൻ ഉപദ്രവിച്ചപ്പോൾ ആന പാപ്പാന് നേരെ തിരിയുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. നിലത്ത് വീണ പാപ്പാനെ ആന 3 തവണ കുത്താൻ ശ്രമിച്ചുവെങ്കിലും പാപ്പാൻ ഒഴിഞ്ഞുമാറി. ഇതിനിടെ ആനയുടെ തട്ടേറ്റ് പാപ്പാന് പരിക്കേറ്റു. പരിക്കേറ്റ 2-ാം പാപ്പാൻ മണ്ണാർക്കാട് കോട്ടപ്പുറം സ്വദേശിയായ രാധാകൃഷ്ണനെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൊണ്ടാടി ദേശത്തിനു വേണ്ടി കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ പിന്നീട് തളച്ചു. പ്രാചീന കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെയാണ് മായനൂർക്കാവ് ശ്രീകുരുമ്പക്കാവിലെ താലപ്പൊലി ആഘോഷിച്ചത്. സമീപകാലത്ത് മിക്ക ഉത്സവങ്ങളിലും ആനകൾ ഇടഞ്ഞോടിയതിന് പിന്നിൽ ഉയർന്ന പ്രകാശശേഷിയുള്ള ലേസർ രശ്മികളുടെ ഉപയോഗമാണെന്ന് ആരോപണം. അതുകൊണ്ട് തന്നെ ആനകൾ ഇടയുന്നത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ആനയുടമകൾ മുഖ്യമന്ത്രിക്കും വനമന്ത്രിക്കും നിവേദനം നൽകി. ഉത്സവങ്ങളെയും ആനയെഴുന്നള്ളിപ്പുകളെയും ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായുള്ള നീക്കങ്ങൾ അടുത്തിടെയായി വ്യാപകമാണെന്നാണ് ആന ഉടമകളുടെയും ആനപ്രേമികളുടെയും ആരോപണം. ഇതിന്റെ ഭാഗമായാണ് ആനകൾ ഇടയുന്നതിനായി ഉയർന്ന പ്രകാശശേഷിയുള്ള ലേസർ രശ്മികൾ പ്രയോഗിക്കുന്നതെന്നും ഇവർ പറയുന്നു. ഇത് ഒരു എഴുന്നള്ളിപ്പിനിടെയുള്ള ദൃശ്യങ്ങളാണ്. ഇതിൽ ആനകളുടെ മേൽ ലേസർ സ്പോട്ട് ഫ്ലാഷ് പതിയുന്നത് വ്യക്തമായി കാണാം. അടുത്തിടെ തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രത്തിൽ ആറാട്ട് എഴുന്നള്ളിപ്പിന് മുമ്പ് ആനയിടഞ്ഞ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ടും ഇത് ശരിവെക്കുന്നതാണ്. ആനയുടെ കണ്ണിൽ ലേസർ രശ്മികൾ പതിഞ്ഞതായും കണ്ടെത്തിയിരുന്നു. വനമേഖലയിൽ മൃഗങ്ങളെ തുരത്താൻ ഉപയോഗിക്കുന്ന ലേസർ സ്പോട്ട് ഫ്ലാഷ് പകൽ സമയത്ത് പോലും അതീവ തീവ്രതയുള്ളതാണ്. ഇത് ആനകളുടെ കണ്ണിൽ പതിച്ചാൽ ആനകൾ ഇടഞ്ഞോടുന്നതിന് കാരണമായി മാറുന്നതായും ആന വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ലേസർ അതുപോലെയുള്ള ഫ്ലാഷ് ലൈറ്റുകളെല്ലാം ആനകൾക്ക് കണ്ണിന് വളരെ പ്രത്യേക ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് യാതൊരു സംശയവും. ഏതാണോ വസ്തുവിൽ നിന്നാണോ ആ ലൈറ്റ് വരുന്നത് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയും അങ്ങനെ വരുമ്പോൾ ഒരു ഉത്സവത്തിന് എഴുന്നള്ളിച്ച് നിൽക്കുന്ന ആനകൾക്കിടയിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയൊരു അപകടത്തിലേക്ക് കലാശിക്കുകയും ചെയ്യും. അടുത്തിടെ ശബരിമല ക്ഷേത്രത്തിലടക്കം നടന്ന മിക്ക ആനയിടച്ചിലുകൾക്ക് പിന്നിലും ലേസർ രശ്മികളുടെ പ്രയോഗം നടന്നതായുള്ള തെളിവ് നൽകുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. അതിനാൽ തന്നെ ആനകൾ ഇടയുന്നതിലെ ദുരൂഹത സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വനമന്ത്രിക്കും നിവേദനം സമർപ്പിച്ചതായി കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ശശികുമാർ പറഞ്ഞു. വളരെ ശക്തമായിട്ടുള്ള ലേസർ പോലുള്ള വെളിച്ചങ്ങൾ ആനകളുടെ കണ്ണിലേക്ക് അടിച്ചുകൊണ്ട് ആനകളെ മനഃപൂർവ്വം ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം പല ഭാഗത്തും നടന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനെതിരെ അത്തരം ശ്രമങ്ങൾ സമഗ്രമായിട്ട് സർക്കാർ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിക്കും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. അനാസ്ഥ മൂലം ആനകൾ ഇടഞ്ഞോടുന്നുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ വ്യക്തമാക്കി.
നിരവധി ആനകളെ എഴുന്നള്ളിക്കുന്ന തൃശൂർ പൂരം, ഇരിങ്ങാലക്കുട, കൂടൽമാണിക്യം തുടങ്ങിയ ഉത്സവങ്ങൾ നടക്കാനിരിക്കെ ആന എഴുന്നള്ളിപ്പുകളിൽ കൂടുതൽ മുൻകരുതലുകളും സുരക്ഷയും ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ക്യാമറമാൻ അലക്സിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TC വിനോസ്. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞ്. പത്താം ക്ലാസ്സിലെ കണക്ക് പരീക്ഷ വീണ്ടും നടത്തേണ്ടെന്ന് CBSE തീരുമാനിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയേക്കുമെന്ന സൂചനകൾക്കിടെയാണ് 14 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമായ തീരുമാനം. ഇക്കാര്യത്തിൽ CBSEയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും. ഉത്തരക്കടലാസുകൾ വിശകലനം ചെയ്ത ശേഷമാണ് തീരുമാനമെടുത്തത്. ഡൽഹി ഉൾപ്പെടുന്ന രാജ്യതലസ്ഥാന പ്രദേശത്തെയും ഹരിയാനയിലെയും 12ാം ക്ലാസ്സിലെ ഇക്കണോമിക്സിന്റെയും 10ാം ക്ലാസ്സിലെ കണക്ക് പരീക്ഷയുടെയും ചോദ്യപേപ്പറുകളാണ് ചോർന്നത്. ഇക്കണോമിക്സ് പരീക്ഷ ഈ മാസം 25-ന് വീണ്ടും നടത്തുമെന്ന് CBSE അറിയിച്ചിരുന്നു. അതേസമയം CBSE ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുള്ളതായി സൂചന. പരീക്ഷാ കൺട്രോളറെയും ഡൽഹിയിലെ CBSE ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. അതിനിടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി അടുത്ത ദിവസം പരിഗണിക്കും. CBSE പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് ക്യാമ്പസ് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി സ്പീഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിദ്യാർത്ഥികൾക്കുണ്ടായ നഷ്ടത്തിന് കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ക്യാമ്പസ് ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നസീഹ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മുർഷിദ് ചേലക്കര, ജില്ലാ സെക്രട്ടറി അനസ് പടക്കേക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. എറവക്കാട് ഓടഞ്ചിറ റെഗുലേറ്ററിലെ ഷട്ടറുകളിൽ ചോർച്ച. ലക്ഷങ്ങൾ ചിലവഴിച്ച് ദിവസങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ഷട്ടറുകളിലാണ് ചോർച്ച കണ്ടെത്തിയത്. നെന്മണിക്കര, വല്ലച്ചിറ പഞ്ചായത്തുകളിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി എറവക്കാട് ഓടഞ്ചിറ റെഗുലേറ്ററിൽ സ്ഥാപിച്ച ഷട്ടറുകളിലാണ് ചോർച്ച അനുഭവപ്പെട്ടിരിക്കുന്നത്. സ്ഥലം MLA കൂടിയായ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കാലപ്പഴക്കം ചെന്ന ഷട്ടറുകൾക്ക് പകരം പുതിയ ഷട്ടറുകൾ സ്ഥാപിച്ചത്. ഇറിഗേഷൻ വകുപ്പിന്റെ മെക്കാനിക്കൽ വിഭാഗമാണ് ഷട്ടറുകൾ മാറ്റി സ്ഥാപിച്ചത്. 2 മാസം നീണ്ട ഷട്ടർ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പാണ് പൂർത്തീകരിച്ചത്. എന്നാൽ മാറ്റി സ്ഥാപിച്ച 8 ഷട്ടറുകളിൽ നിന്നും വെള്ളം ചോർന്നൊലിക്കുകയാണ്. 10 ഷട്ടറുകളുള്ള റെഗുലേറ്ററിന്റെ 8 ഷട്ടറുകളും അനുബന്ധ സജ്ജീകരണങ്ങളുമാണ് ഇറിഗേഷൻ വകുപ്പ് മാറ്റിയത്. രൂക്ഷമായ വേനലിൽ മുൻകരുതൽ എടുക്കുന്നതിന്റെ ഭാഗമായാണ് ദ്രുതഗതിയിൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ മാറ്റുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ 12 അടി വെള്ളം സംഭരിച്ചു നിർത്തേണ്ട സാഹചര്യത്തിൽ ഷട്ടറിന്റെ ചോർച്ച മൂലം 8 അടിക്ക് താഴെ മാത്രമാണ് വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയുന്നത്. പീച്ചി ഡാമിൽ നിന്നും മണലിപ്പുഴയിലൂടെ എത്തുന്ന വെള്ളം ഓടഞ്ചിറ ഷട്ടറിന്റെ ചോർച്ചയെ തുടർന്ന് കടലിലേക്ക് ഒഴുക്കിക്കളയുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഷട്ടറുകളുടെ അടിഭാഗങ്ങളിലാണ് ചോർച്ചയുള്ളത്. എത്രയും വേഗം ചോർച്ച പരിഹരിക്കാൻ നടപടിയെടുത്തില്ലെങ്കിൽ നിലവിലുള്ള വെള്ളവും ചോർന്നു പോകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. കൂടുതലായി വെള്ളം ചോർന്നു പോകുന്നത് ഷട്ടറിന്റെ നിർമ്മാണത്തിലെ അപാകത മൂലമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. മണലിപ്പുഴയിലെ വെള്ളം ഒഴുക്കിക്കളയുന്നതോടെ കഴിഞ്ഞ വേനലിന് സമാനമായ രീതിയിൽ പുഴ വറ്റിവരളുന്നതിനും നിരവധി കുടിവെള്ള പദ്ധതികൾക്ക് ഭീഷണിയാകുവാനും സാധ്യതയുണ്ട്. TC വിനോസ്, പുതുക്കാട്. സോഷ്യൽ മീഡിയയിൽ എന്തും എഴുതിവിടുന്നവർ ജാഗ്രത പുലർത്തുക. നിങ്ങൾ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷ ക്ഷണിച്ചപ്പോൾ ഒരു മാനദണ്ഡം ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ 5 വർഷങ്ങളിലെ സോഷ്യൽ മീഡിയ ഇടപെടൽ വിവരങ്ങൾ കൂടി സമർപ്പിക്കണം. മോശം രീതിയിൽ സമൂഹമാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത ചിലർക്കെങ്കിലും ഈ നിബന്ധന കുരുക്കാകും. ജോലി നൽകുമ്പോൾ ഒരു വ്യക്തിയുടെ സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ നിരീക്ഷിക്കുന്ന കമ്പനികളുണ്ട്. ഈ വ്യക്തിയുടെ നിലപാടുകളും ഭൂതകാലവും ഒറ്റക്ലിക്കിൽ അറിയാനാകും എന്നതാണ് കാരണം. നിലവിൽ കേന്ദ്ര സർക്കാരിനെ സമൂഹമാധ്യമങ്ങളുടെ ഇടപെടലുകൾ നിരീക്ഷിക്കാൻ പ്രത്യേക വിഭാഗമുണ്ട്. വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഈ മോണിറ്ററിംഗ്. സർക്കാർ വിരുദ്ധ സന്ദേശങ്ങൾ, ദേശദ്രോഹപരമായവ, രാജ്യസുരക്ഷയ്ക്കെതിരെയുള്ളവ, മതനിന്ദയും വർഗീയ വിദ്വേഷവും പടർത്തുന്നവ തുടങ്ങിയ സംഭവങ്ങളിലാണ് നിരീക്ഷണം. ഇത് കൂടുതൽ കർക്കശമാകുമ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എന്തും വിളിച്ചു പറയാവുന്ന രീതിക്ക് അന്ത്യമാകും. നിലവിൽ ആദായ നികുതി വിഭാഗം ചില വ്യക്തികളുടെ സോഷ്യൽ മീഡിയയും പരിശോധിക്കുന്നുണ്ട്. അമേരിക്കൻ വിസയ്ക്ക് സോഷ്യൽ മീഡിയ ഇടപെടൽ വിവരങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു മുന്നറിയിപ്പാണ്. വരും നാളുകളിൽ ഇത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുമെന്ന മുന്നറിയിപ്പ്. സമൂഹമാധ്യമങ്ങളെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നവർക്ക് ഇത് കുരുക്കായി മാറുകയും ചെയ്യും. തെറ്റായ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക മാത്രമല്ല, ഷെയർ ചെയ്താലും ഈ പരിധിയിൽ വരും. ഫേസ്ബുക്കിലും ട്വിറ്ററിലുമെല്ലാം എന്തും ഷെയർ ചെയ്യുന്നവർ ഒരു നിമിഷം ആലോചിക്കുക. നിങ്ങൾ നിരീക്ഷണത്തിലാണ്.
TCV തൃശൂർ. നെട്ടിശ്ശേരിയിൽ ഫുട്ബോൾ കളിക്കിടെ വിദ്യാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. 7 സീസ് ഉദ്യോഗസ്ഥനായ നെട്ടിശ്ശേരി ഭട്ടത്തിരി ആലുക്കൽ സുജിത്തിന്റെ മകൻ 18 വയസ്സുള്ള ഗോകുൽ കൃഷ്ണയാണ് മരിച്ചത്. നെട്ടിശ്ശേരി ക്ഷേത്രത്തിന് സമീപമുള്ള പാടത്ത് കളിക്കുന്നതിനിടെയാണ് ഗോകുൽ കൃഷ്ണ കുഴഞ്ഞു വീണത്. ഉടൻ നെല്ലങ്കര മാർ തിമോത്തിയോസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പടവരാട് ആശാഭവനിലെ ബിരുദ വിദ്യാർത്ഥിയാണ് ഗോകുൽ കൃഷ്ണ. ഗുരുവായൂരിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് കടയുടെ ഗോഡൌണിന് തീപിടിച്ച് 4 ലക്ഷം രൂപയുടെ നഷ്ടം. തെക്കേനടയിലെ ഹിന ഇലക്ട്രിക്കൽസിന്റെ ഗോഡൌണിനാണ് തീപിടിച്ചത്. പുക ഉയരുന്നത് കണ്ട് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പൂർണ്ണമായും തീ അണയ്ക്കാനായത്. പരിസരത്ത് കറുത്ത പുക വ്യാപിച്ചതിനെ തുടർന്ന് ഔട്ടർ റിംഗ് റോഡിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത പുക ശ്വസിച്ച് ടെമ്പിൾ സ്റ്റേഷൻ ASI P അർമുഖന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. പോലീസ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇലക്ട്രിക്കൽ വയറിംഗ് ഉപകരണങ്ങൾ പൂർണ്ണമായി കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് കരുതുന്നു. പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കയ്പമംഗലം സ്വദേശി ഐനിക്കൽ പരേതനായ സത്യന്റെ മകൻ 28 വയസ്സുള്ള സജീഷാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രിയിൽ വീട്ടുപറമ്പിൽ നിന്നാണ് സജീഷിന് പാമ്പുകടിയേറ്റത്. തുടർന്ന് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരിച്ചത്. കുട്ടിക്കൂട്ടങ്ങൾക്ക് വിനോദവും വിജ്ഞാനവും പകർന്നു നൽകുന്നതിനായി തൃശൂർ ജവഹർ ബാലഭവന്റെ അവധിക്കാല ക്യാമ്പായ കളിവീടിന് തുടക്കമായി. കളിച്ചിരിയും കഥപറച്ചിലുമെല്ലാമായി ഒരു വേനലവധിക്കാല ക്യാമ്പിന് കൂടി ചെമ്പൂക്കാവ് ജവഹർ ബാലഭവൻ വേദിയാകുമ്പോൾ വർണ്ണ ബലൂണുകളുമായി കളിവീട്ടിലേക്ക് എത്തിയത് 100 കണക്കിന് കുട്ടികളാണ്. ബാലഭവൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യത്വത്തിലേക്കുള്ള രാജപാതയാണ് കലകൾ. അതുകൊണ്ട് തന്നെ കുട്ടികളിലെ കലാപഠനം മനുഷ്യത്വത്തിലേക്കുള്ള ചുവടുവയ്പ് കൂടിയാണ്. മനസ്സിന്റെ സൗന്ദര്യശാലിയായ കലകൾ വളരുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമമാണ് മുതിർന്നവർ നടത്തേണ്ടതെന്നും വൈശാഖൻ അഭിപ്രായപ്പെട്ടു. കലകൾ എന്നുള്ളത് മനസ്സിന്റെ ബ്യൂട്ടി പാവറാണ്, അല്ലെങ്കിൽ മനസ്സിന്റെ സൗന്ദര്യശാലയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത് ഈ ജവഹർ ബാലഭവനിൽ. അതെല്ലാം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ പാതയായ കലയിലൂടെ സഞ്ചരിക്കാൻ, വിജയകരമായി സഞ്ചരിക്കാൻ എല്ലാ മക്കൾക്കും കഴിയട്ടെ. മേയർ അജിത ജയരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പാട്ടും സംഭാഷണവുമായി കുട്ടികളുമായി സംബന്ധിച്ച കാരിക്കേച്ചറിസ്റ്റും നടനുമായ ജയരാജ് വാര്യർ സദസ്സിന്റെ കയ്യടി നേടി. ആനക്കാലിൽ പൂച്ചക്കാലിൽ കേറാൻ മേല, പൂച്ചക്കാലിൽ കേറാം. ചലച്ചിത്ര നടി രചന നാരായണൻകുട്ടി, കൗൺസിലർമാരായ ജോൺ ഡാനിയൽ, K മഹേഷ്, ബാലഭവൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ P കൃഷ്ണൻകുട്ടി, പ്രിൻസിപ്പാൾ E നാരായണി തുടങ്ങിയവർ സംസാരിച്ചു. നൃത്തം, സംഗീതം, ചിത്രകല, വായന, ശാസ്ത്ര നിരീക്ഷണം എന്നിവയിൽ അവബോധം സൃഷ്ടിക്കാനും കലാകായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായി സംവദിക്കാനും ആന, പാമ്പ് തുടങ്ങിയ ജീവികളെക്കുറിച്ച് കുട്ടികൾക്ക് കൂടുതൽ അറിയാനുമുള്ള അവസരവും 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ അവധിക്കാല ക്യാമ്പിലൂടെ ബാലഭവൻ ലക്ഷ്യമിടുന്നു. TCV തൃശൂർ. പാവറട്ടി പറപ്പൂരിൽ വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു. പറപ്പൂർ കിഴക്കേങ്ങാടിയിൽ താമസിക്കുന്ന അറങ്ങാശ്ശേരി വീട്ടിൽ ലോനപ്പൻ മകൻ 73 വയസ്സുള്ള റപ്പായിയാണ് മരിച്ചത്. മാർക്കറ്റിൽ നിന്നും മീൻ വാങ്ങുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. പറപ്പൂർ ആക്സ് പ്രവർത്തകർ റപ്പായിയെ ഉടൻ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സന്തോഷ് ട്രോഫി നേടിയ കേരള ടീം ക്യാപ്റ്റൻ രാഹുൽ രാജിന് ജന്മനാടായ തൃത്തല്ലൂരിൽ ആവേശകരമായ വരവേൽപ്പ്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ലഭിച്ച സ്വീകരണ ചടങ്ങിന് ശേഷമാണ് മാതാപിതാക്കളായ രാജേന്ദ്രൻ, ഷീജ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവർക്കൊപ്പം രാഹുൽ രാജ് തൃത്തല്ലൂരിലെത്തിയത്. തൃത്തല്ലൂർ 7ാം കല്ലിലെത്തിയ രാഹുൽ രാജിനെ നാട്ടുകാർ പടക്കം പൊട്ടിച്ചും പൂമാല അണിയിച്ചും സ്വീകരിച്ചു. രാഹുൽ രാജിനെ സ്വീകരിക്കാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് കാത്തുനിന്നത്. 14 വർഷത്തിനു ശേഷം സന്തോഷ് ട്രോഫി കേരളത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാണെന്ന് രാഹുൽ രാജ് പറഞ്ഞു. പരിചയസമ്പന്നത കുറവാണെങ്കിലും യുവാക്കൾ നയിച്ച ടീം വർക്കാണ് വിജയത്തിന് കാരണമെന്നും രാഹുൽ രാജ് പറഞ്ഞു. വിജയം തീർച്ചയായിട്ടും പ്രതീക്ഷ. അത്രയധികം കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ടീം ഒരു ടീം വർക്കിൻ്റെ വിജയമാണ്. കൂടുതൽ യങ്സ്റ്റേഴ്സാണ് കൂടുതൽ നല്ലോണം കളിച്ചത്. അവരവരെ കഴിവ് തെളിയിച്ചു. 14 വർഷത്തിന് ശേഷമാണ് ഞാൻ കിരീടം തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതൊരിക്കലും മറക്കില്ല നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. അത് ഇന്നൊരു ഓർമ്മയായിട്ട് നിൽക്കും. ഇപ്പോൾ ഞാൻ മരിച്ചു പോയാലും അറിയപ്പെടും ഞാൻ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു, എൻ്റെ നാട്ടിൽ. TCV തൃപ്രയാർ.
സന്തോഷ് ട്രോഫി താരം PC അനുരാഗിന്റെ വീട്ടിലെ ഇരുട്ടകറ്റാൻ വനംവകുപ്പ് സോളാർ വിളക്ക് സമ്മാനിച്ചു. മറ്റത്തൂർ ഇത്തുപാടത്തുള്ള അനുരാഗിന്റെ വീട്ടിലെത്തിയാണ് ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ R. കീർത്തി സോളാർ വിളക്ക് സമ്മാനിച്ചത്. അനുരാഗും കുടുംബവും താമസിക്കുന്ന ഓലക്കുടിലിൽ വൈദ്യുതി ഇല്ലാത്തത് കണക്കിലെടുത്താണ് വനംവകുപ്പ് സോളാർ വിളക്ക് സമ്മാനിച്ചത്. വെള്ളിക്കുളങ്ങര റേഞ്ച് ഓഫീസർ TS മാത്യു, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PS ശൈലൻ, ചുങ്കാൽ ബീറ്റിലെ വനപാലകരും DFOയോടൊപ്പം അനുരാഗിന്റെ വീട്ടിലെത്തി. സന്തോഷ് ട്രോഫി ഫൈനലിൽ ആദ്യ ഗോൾ നേടിയ MS ജിതിന് ജന്മനാടായ ഉല്ലൂരിൽ ഹൃദ്യമായ വരവേൽപ്പ് നൽകി. കോർപ്പറേഷൻ കൌൺസിലർമാരായ CP പോളി, സുരേഷിനി സുരേഷ്, ജിതിന്റെ ആദ്യകാല പരിശീലകൻ ജോസഫ് കാട്ടുകാരൻ, സന്തോഷ് ട്രോഫി മുൻ കോച്ച് M. പീതാംബരൻ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. തുടർന്ന് തുറന്ന ജീപ്പിൽ ജിതിനെ പെരുവാങ്കുളങ്ങരയിലേക്ക് വാദ്യമേളങ്ങളുടെയും വാഹനങ്ങളുടെയും അകമ്പടിയോടെ ആനയിച്ചു. വൻ ജനാവലിയാണ് നാടിന്റെ താരത്തെ സ്വീകരിക്കാൻ കാത്തുനിന്നത്. ഒൻപത് ആഴ്ചകളിലായി 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി മാൾ ഓഫ് ജോയ് ഒരുക്കിയ വിവാഹ് ഉത്സവിന്റെ ആദ്യ ആഴ്ചയിലെ നറുക്കെടുപ്പ് തൃശൂരിൽ നടന്നു. മാൾ ഓഫ് ജോയിയിൽ നടന്ന ചടങ്ങിൽ മുൻ MLA ജോണി നെല്ലൂർ ആദ്യ നറുക്കെടുപ്പ് നിർവഹിച്ചു. തുടർന്ന് ഉപഭോക്താക്കളും നറുക്കെടുത്തു. ഫ്രിഡ്ജ്, സ്മാർട്ട് ഫോൺ, LED TV, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് ആദ്യ ആഴ്ചയിലെ നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്കായി മാൾ ഓഫ് ജോയ് സമ്മാനിക്കുന്നത്. ഓരോ ആഴ്ചകളിലും നടക്കുന്ന നറുക്കെടുപ്പിലൂടെ മൊത്തം 1 കോടി രൂപയുടെ സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മെഗാ നറുക്കെടുപ്പിലൂടെ 2 സ്വിഫ്റ്റ് കാറുകളും സമ്മാനിക്കും. മാൾ ഓഫ് ജോയ് മാൾ മാനേജർ സുമേഷ്, ജോളി സിൽക്സ് റീജിയണൽ മാനേജർ മഹേഷ്, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ നറുക്കെടുപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. CPI വയനാട് ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഉല്ലൂർ MLA K. രാജന്. പാർട്ടി ജില്ലാ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് CPI വയനാട് ജില്ലാ സെക്രട്ടറി വിജയൻ ചെറുകരയെ മാറ്റാൻ തീരുമാനമായത്. അതേസമയം CPIക്കെതിരെ ശക്തമായ ആരോപണവുമായി CPM രംഗത്ത് വന്നിട്ടുണ്ട്. മിച്ചഭൂമി കേസിൽ CPI കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ CPI ജില്ലാ സെക്രട്ടറി പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് CPM വയനാട് ജില്ലാ സെക്രട്ടറി രംഗത്തെത്തിയിട്ടുള്ളത്. ചെങ്ങാലൂർ ആലഞ്ചേരി പാടശേഖരത്തിൽ നെൽവയൽ കമ്പിവേലി കെട്ടി തിരിച്ചതിനെതിരെ പരാതി ഉയരുന്നു. കോൺക്രീറ്റ് കാലുകൾ കുഴിച്ചിട്ട് 1 ഏക്കറോളം നെൽവയലാണ് അനധികൃതമായി വേലി കെട്ടി തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പൂവ് കൃഷി ചെയ്ത പാടശേഖരത്തിന്റെ ഒരു ഭാഗം കമ്പിവേലി കെട്ടിയതോടെ പാടത്തേക്ക് ആവശ്യമുള്ള വാഹനങ്ങൾക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതേ തുടർന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 2ാം കല്ല് യൂണിറ്റ് അധികൃതർക്ക് പരാതി നൽകി. നെൽവയൽ പരിവർത്തനം നടത്താനുള്ള അനുമതിയുണ്ടെന്ന പ്രചരണത്തോടെയാണ് അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ ആരോപിച്ചു. കമ്പിവേലി കെട്ടിത്തിരിച്ച പാടം മണ്ണിട്ട് നികത്താനുള്ള നീക്കവും ഇതിന് പിന്നിലുണ്ടെന്ന് ആരോപണമുണ്ട്. പാടശേഖരത്തിൽ നടക്കുന്ന അനധികൃത പ്രവർത്തനങ്ങൾക്കെതിരെ പാടശേഖര സമിതിയും നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. പാടത്ത് സ്ഥാപിച്ച കോൺക്രീറ്റ് കാലുകൾ പിഴുതുമാറ്റി നെൽവയൽ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭാരവാഹികളായ VA ലിൻഡോ, VR രബീഷ് എന്നിവരാണ് കൃഷിവകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയത്. മണ്ണുത്തിപ്പാറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 11 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കൃഷ്ണാപുരം, പുളിപ്പറമ്പ് സ്വദേശികൾ തമ്മിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് കേസെടുത്തത്. ഇരു സംഭവങ്ങളിലുമായി 4 പേർക്ക് കുത്തേറ്റിരുന്നു. പൂമല പുനർജനിയുടെ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പൂമല DTPC ഹാളിൽ നടന്ന ആഘോഷത്തിൽ കാരിക്കേച്ചറിസ്റ്റും നടനുമായ ജയരാജ് വാര്യർ, കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ഡോക്ടർ KS രജിതൻ, പുനർജനി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോൺസ് K. മംഗലം എന്നിവർ പങ്കെടുത്തു. 14 വർഷത്തിനിടയിൽ 15,000-ഓളം കുടുംബങ്ങളെയാണ് പുനർജനി എന്ന മദ്യവിമുക്ത കേന്ദ്രം മുക്തമാക്കിയിട്ടുള്ളത്. വാർഷിക ദിന ആഘോഷത്തോടനുബന്ധിച്ച് പുനർജനി സാരഥി ജോൺസ് K. മംഗലത്തിന്റെ പിറന്നാൾ ആഘോഷവും നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്ഥാപനത്തിലെ അന്തേവാസികളും അഭ്യുദയകാംക്ഷികളുമായ നിരവധി പേരാണ് വാർഷികാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത്. നിയമം വലമുറുക്കി. ചീനവല തൊഴിലാളികൾ നിലനിൽപ്പ് ഭീഷണിയിൽ. മത്സ്യബന്ധന നിയമം പരിഷ്കരിച്ചതിനെ തുടർന്ന് ഉൾനാടൻ മത്സ്യബന്ധനം അരക്ഷിതാവസ്ഥയിലാണ്. 20 മില്ലിമീറ്ററിൽ കുറവ് കണ്ണിയകലമുള്ള വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന ചട്ടം കർശനമാക്കിയതോടെയാണ് ചീനവല തൊഴിലാളികൾ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയിലായത്. ചീനവലയിൽ ഉപയോഗിക്കുന്ന വലകൾക്ക് പരമാവധി 12 മില്ലിമീറ്ററാണ് കണ്ണിയകലമുള്ളത്. പുതിയ ചട്ടം പാലിച്ച് മത്സ്യബന്ധനം നടത്താമെന്ന് വെച്ചാൽ മീൻ ലഭിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാകുക. പുതിയ ചട്ടത്തെ ചോദ്യം ചെയ്ത് ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ മേഖലയിൽ മാത്രം 100 കണക്കിന് ചീനവലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ചീനവലയിൽ 4ഉം 5ഉം തൊഴിലാളികളാണ് പണിയെടുക്കുന്നത്. പുതിയ മത്സ്യബന്ധന നയം 100 കണക്കിന് കുടുംബങ്ങളെ പട്ടിണിയിലാക്കുമെന്നാണ് അവസ്ഥ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൗമസൂചിക പദവി സംസ്ഥാനത്തിന് മെല്ലെപ്പോക്ക് നയം. പദവിക്കായി പരിഗണിക്കപ്പെടാതെ തൃശൂരിന്റെ പാലപ്പവും ഗുരുവായൂർ പപ്പടവും.
അടിമാലിയിൽ കാർ അപകടത്തിൽ മരണമടഞ്ഞവരുടെ സംസ്കാരം ബുധനാഴ്ച. ദുരന്തത്തിൽ മനം നൊന്ത് എലഞ്ഞി പ്രദേശം. കുടിവെള്ള നിരക്ക് ഏകീകരിക്കുന്നതിന് കോർപ്പറേഷൻ നടപടി ആരംഭിച്ചു. ഫ്ളാറ്റുകളിലെ കുടിവെള്ള നിരക്ക് ഗാർഹിക വിഭാഗത്തിലേക്ക് മാറ്റാൻ ധാരണ. ഉത്സവപ്രേമികളുടെ ലേസർ പ്രയോഗം ആനകൾ ഇടയുന്നതിന് കാരണമാകുന്നുവെന്ന ആക്ഷേപം. പാലക്കാട് ആനയുടെ കുത്തേറ്റ് പാപ്പാൻ മരിച്ചു. 10ാം ക്ലാസ്സിലെ കണക്ക് പരീക്ഷ വീണ്ടും നടത്തേണ്ടെന്ന് CBSE തീരുമാനം. CBSEയുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം വ്യാപകം. ഇറവക്കാട് ഓടഞ്ചിറ റെഗുലേറ്ററിലെ ഷട്ടറുകളിൽ ചോർച്ച. 50 ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച പുതിയ ഷട്ടറുകളാണ് ചോർന്നൊലിക്കുന്നത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം.